ഹായ് ഗായ്സ്, ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ലിന്നിൻ്റെ അടുത്ത് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളെ കൂട്ടി അവൻ്റെ ഓഫീസിലേക്ക് പോവും. ഓഫീസിലേക്ക് പോയ ശേഷം അവൻ അവൻ്റെ കോട്ടൊക്കെ ഊരിയൊക്കെ ഉണ്ടായിരിക്കും. അവൾ ആദ്യമായിട്ടായിരിക്കും അവനെ ഷർട്ട് ഇട്ടിട്ട് കാണുന്നത്. അപ്പോൾ അവൾ അവനെ തന്നെ നോക്കി നിൽക്കും. എന്നിട്ട് മനസ്സിൽ വിചാരിക്കും, ഈ ലുക്കിൽ ആൾ സൂപ്പർ തന്നെയാണല്ലോ എന്ന്. എന്നിട്ട് അവൾ അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവൻ തിരിയുക. എന്നിട്ട് എന്തെങ്കിലും നോക്കണമെന്ന് ചോദിക്കും. അപ്പോൾ അവൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ വന്ന കാര്യം പറയും. ഇവർക്ക് കിട്ടേണ്ട റൂം ആ പർച്ചേസിത്തെ ഹെഡ് കാരണം കൊണ്ട് വേറെ ആൾക്ക് കിട്ടിയിരിക്കുകയാണെന്ന്. അപ്പോൾ ലിൻ വേറെ ഒന്നും നോക്കാതെ ഇവർക്ക് വേഗം റൂം സെറ്റാക്കി കൊടുക്കും. ലീക്ക് തന്നെ അത്ഭുതമാവും, ഇവൻ എന്തിനാ ഇത്ര പെട്ടെന്ന് റൂം സെറ്റാക്കി തന്നതെന്ന്. പിന്നെ അവളുടെ കസിനെ വിളിക്കും. എന്നിട്ട് ഇവിടെ നടന്ന ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും പറയും. അവളിപ്പോൾ അഡ്മിനിസ്ട്രേഷനിലാണ് ജോലി ചെയ്യണമെന്നൊക്കെ പറയും. പിന്നീട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി റൂം കിട്ടിയ കാര്യമൊക്കെ പറയും. പക്ഷേ ഫ്രണ്ട്സ് പറയും, അതിൽ 2 പേർക്കല്ലേ താമസിക്കാൻ പറ്റുള്ളൂ, അപ്പോൾ നീ എന്ത് ചെയ്യുന്നു? അപ്പോൾ അവരുടെ അടുത്ത് പറയാം, അതിനൊന്നും ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളല്ലേ ആദ്യം വന്ന് നിങ്ങൾ തന്നെ ആ റൂമിലേക്ക് പൊക്കോന്ന്. പിന്നീട് കാണിക്കുന്നത് ലിനിൻ്റെ ഓഫീസിൽ നിന്ന് ബാങ്കിലേക്ക് വിളിക്കുകയാണ് ഒരു ലോണിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ബാങ്കിൽ നിന്ന് ഷങ്സുവിനെയാണ് ഓഫീസിലേക്ക് വിടുക, ആ ലോണിൻ്റെ കാര്യമൊക്കെ പോയി അന്വേഷിക്കാൻ പറഞ്ഞിട്ട്. പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് പുതിയ റൂമിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ അടുത്ത ദിവസമാവും നമ്മുടെ ഹീറോ ഓഫീസിൽ നിൽക്കായിരിക്കും. അപ്പോൾ താഴെ കൂടെ ഓടിപ്പോണ് കാണും. അപ്പോൾ ഇവരെല്ലാവർക്കും എവിടേക്കാണ് ഓടിപ്പോണെന്ന് നമ്മുടെ ഹീറോവിൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ അടുത്ത് ചോദിക്കും. അപ്പോൾ അയാൾ പറയും, അവരെല്ലാവരും ഇന്ന് സ്റ്റോക്കിലേക്ക് ആണ് പോണതെന്ന്. അവിടെ പോയി ഒരുപാട് കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കേണ്ടാവും. നമ്മുടെ ഹീറോയും അവളുടെ കൂടെയുള്ള എല്ലാവരും നന്നായി പണി ചെയ്തിട്ടുണ്ടാവും. അവരങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഈ സമയത്ത് നമ്മുടെ ഷങ്സു നീയുടെ ഓഫീസിലെത്തിയിട്ടുണ്ടാവും. അവൻ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും എത്തിയിട്ടുണ്ടാവുക. അവിടെ നിന്നിട്ട് മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അവിടെയുള്ള ഒരു ലേഡി ഇവൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഇവർക്കൊക്കെ അയച്ചു കൊടുക്കും. നീയുടെ കൂടെയുള്ള അവളുടെ കൊളീഗ്സ് അപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടാവും. ഒരു നല്ല ഭംഗിയുള്ളൊരു പയ്യൻ വന്നിട്ടുണ്ട് ഇത്ര, എന്നാൽ നമുക്ക് അവനെ പോയി കണ്ടാലോ എന്ന് അവരെല്ലാവരും പറയും. പക്ഷേ ഞാനൊന്നുമില്ല, നിങ്ങൾ പോയി കണ്ടോ എന്ന് പറയും. പക്ഷേ അപ്പോഴാണ് അവൻ്റെ പേര് പറയുക, ഷങ് വെച്ചിട്ടാണ് അവൻ്റെ പേര് തുടങ്ങണമെന്നൊക്കെ. അപ്പോൾ നീക്ക് സംശയമാവും. അവൾ വേഗം അവിടെ നിന്ന് എണീറ്റോടും. ഷങ്സുവിനെ ഒന്ന് കാണാലോ എന്നെങ്കിലും വിചാരിച്ചിട്ട് അവൾ എന്നിട്ട് ഒരു സ്ഥലത്ത് പോയി നോക്കി നിൽക്കും. അവന് ആ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടാവും. അവനും ദൂരേക്ക് നോക്കി നിൽക്കുന്നുണ്ടാവും. പക്ഷെ അവൻ നോക്കണിടത്ത് അവളുണ്ടാവില്ല, അവൾ നോക്കണിടത്ത് അവനും ഉണ്ടാവില്ല. ഷങ്സു അവളെ കാണാത്ത കാരണം കൊണ്ട് തിരിഞ്ഞ് നടക്കും. ആണെങ്കിൽ അവനെ നോക്കി നിന്ന് അവനെ കാണാത്ത കാരണം കൊണ്ട് വിഷമിച്ച് തിരിഞ്ഞ് നിൽക്കുമ്പോഴേക്കും അവിടേക്ക് നമ്മുടെ ലിന്നും അവൻ്റെ കൂടെയുള്ള ഓഫീസേഴ്സും വന്നിട്ടുണ്ടാവും. ഇത്രയും പണി ഏൽപ്പിച്ചിട്ട് നീ ഇവിടെ വന്നിട്ട് എന്താ ചെയ്യണമെന്ന് ചോദിച്ചിട്ട് അവൾക്ക് എക്സ്ട്രാ കുറേ പണിയും കൂടി ലിൻ കൊടുക്കും. അപ്പോൾ ആണെങ്കിൽ വിചാരിക്കും, ഇയാൾക്ക് എന്നെ കാണുമ്പോൾ മാത്രം എന്താ ഇത്ര പ്രശ്നമെന്ന്. അതൊക്കെ കേട്ടിട്ട് അവൾ അവിടെ നിന്ന് പോവും. എന്നിട്ട് അവൾക്ക് ഒരുപാട് പണി അവൻ കൊടുത്തിട്ടുണ്ടാവും. ഒരു സ്റ്റോക്ക് മൊത്തം അടുക്കി വയ്ക്കാനുള്ള പണികളായിരിക്കും അവൾക്ക് കൊടുത്തിട്ടുണ്ടാവുക. അവൾക്ക് അതിൻ്റെ ഇടയിൽ ഒരുപാട് അപകടങ്ങളൊക്കെ പറ്റും. അവളുടെ ഫ്രണ്ട്സ് അവൾക്ക് അതൊക്കെ ശരിയാക്കി കൊടുക്കും. അങ്ങനെ ഇടയ്ക്ക് അവൾ ഓഫീസിലൊക്കെ വരും. എന്നിട്ട് അവൾ ഫയൽസൊക്കെ കൊടുത്തിട്ട് ലിനിനെ നോക്കും. പക്ഷേ ലിനിനെ നോക്കുമ്പോൾ അവൻ അവിടെ ഇരുന്ന് അവൻ്റെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അവളെ നോക്കണ പോലും ഉണ്ടാവില്ല. പക്ഷേ അവൾ പോയി കഴിയുമ്പോൾ അവൻ അവളെ നോക്കും. അങ്ങനെ അടുത്ത ദിവസം സൺഡേ ആവും. അപ്പോൾ അവൾ നാളെ സൺഡേ ആണല്ലോ, ഇനി റെസ്റ്റ് എടുക്കാമല്ലോ എന്ന് പറഞ്ഞ് ബെഡിൽ അങ്ങനെ കിടക്കും. അപ്പോൾ ഫ്രണ്ട്സൊക്കെ നാളെ നമുക്ക് ഷാങ്ങായിക്ക് പോയാലോ, അവിടെ ഒരു ടെമ്പിളൊക്കെ ഉണ്ട്, നമുക്ക് അവിടേക്ക് വിസിറ്റ് ചെയ്തിട്ട് വരാമെന്ന് പറയും. അപ്പോൾ അവൾ ആദ്യം ഇല്ല എന്ന് പറയും. പിന്നെയാണ് പെട്ടെന്ന് അവിടെയാണല്ലോ ഷങ്സുവിൻ്റെ ബാങ്കുള്ളത്, അപ്പോൾ അവനെ മീറ്റ് ചെയ്യാൻ പോയാലോ എന്ന് വിചാരിക്കുക. അവൾ അത്ര ടയേർഡായാലും ഫ്രണ്ട്സിൻ്റെ അടുത്തുണ്ട് എന്ന് പറയും. എന്നിട്ട് അവൾ റോഡിലൊക്കെ ഇരുന്ന് ഉറങ്ങായിരിക്കും. അങ്ങനെ അവർ പോവാൻ വണ്ടി കാത്ത് നിൽക്കുമ്പോൾ ലിൻ ഷാങ്ങായിക്ക് പോവായിരിക്കും. അപ്പോൾ അവൻ അവിടേക്ക് വരും. അപ്പോൾ അവർ ഒരു ലിഫ്റ്റ് തരുമെന്ന് ചോദിച്ച് ആ കാറിൽ കയറാൻ നോക്കും. നീയുടെ അടുത്ത് ഫ്രണ്ടിലിരിക്കാൻ അവളുടെ ഫ്രണ്ട്സ് പറയും. അപ്പോൾ അവൾ പറ്റില്ല എന്ന് പറയുമ്പോൾ ഫ്രണ്ട്സ് പറയും, നീയും ലിന്നും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്തോ, നീ ഫ്രണ്ടിലിരിക്കുകയെന്ന് പറയും. അങ്ങനെ പിന്നീട് അവർ ഒരുപാട് സംസാരിക്കുന്നുണ്ടാവും. നീക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ടാവും. അവൾ കാറിലിരുന്ന് ഇവരുടെ സംസാരത്തിനിടയിൽ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. അവളിങ്ങനെ ഉറങ്ങാൻ ലിൻ നോക്കുമ്പോൾ അവളുടെ ഫ്രണ്ട്സ് പറയും, ഒരുപാട് ജോലി ചെയ്ത കാരണം കൊണ്ടാണ് അവൾക്ക് ഉറക്കം വന്നിട്ടുള്ളതെന്ന്. അവൾക്ക് മുറിവ് പറ്റിയ കാര്യമൊക്കെ അവളുടെ ഫ്രണ്ട്സ് പറയുന്നുണ്ടാവും. അങ്ങനെ അവരെത്തേണ്ട സ്ഥലത്തെത്തും. അപ്പോൾ അവളുടെ ഫ്രണ്ട്സ് വിളിച്ചുണർത്തും. അപ്പോൾ അവൾ ഇപ്പം എന്തിനാണ് ഇതിനെ വിളിച്ചുണർത്തുന്നത് അവളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴാണ് അവിടെ ലിന്നിരിക്കണത് അവൾ കാണുക. പെട്ടെന്ന് അവൾക്ക് ബോധം വരും. എന്നിട്ട് അവൾ കാറിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോവും. ഫ്രണ്ട്സ് ഡ്രോപ്പ് ചെയ്ത് തന്നെ നന്ദിയൊക്കെ പറയും. പക്ഷെ അവൾ അതൊന്നും പറയില്ല. അവൾ പിന്നീട് ആ ടെമ്പിളിലേക്ക് പോവും. ടെമ്പിളിലെത്തുമ്പോൾ അവളുടെ ഫ്രണ്ട്സ് അവളുടെ അടുത്ത് പറയും, ഈ ടെമ്പിളിൽ എന്ത് ആഗ്രഹം പ്രാർത്ഥിച്ചാൽ അത് നടക്കുന്ന. അപ്പോൾ അവൾ ലിന്നിന് എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റിയിട്ട് കുറച്ച് ദിവസം ഓഫീസിൽ വരാതിരിക്കണേ, അവൾക്ക് ജോലിയൊന്നും കുറഞ്ഞു കിട്ടണമെന്നാണ് പ്രാർത്ഥിക്കുക. അവൻ കുറേ ജോലി കൊടുത്ത് ബുദ്ധിമുട്ടിക്കുന്ന കാരണം കൊണ്ട്. പിന്നീട് നമ്മുടെ ഷങ്സുവിനെ കാണാനാണല്ലോ വന്നത്. അത് കാരണം കൊണ്ട് അവൻ്റെ ബാങ്കിൻ്റെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് അവളുടെ ഫ്രണ്ട്സിനെ വിളിച്ചുകൊണ്ട് പോകും. അത് കുറേ ദൂരമാവും, എന്നാലും കൊണ്ടുപോകും.
അവിടെ പോയി ഫ്രണ്ട്സിന് കുറേ ഫുഡൊക്കെ മേടിച്ച് കൊടുത്തിട്ടിരിക്കും. ഫ്രണ്ട്സും ഇവൾക്ക് ഇത് എന്ത് പറ്റി ഇത്ര ഫുഡൊക്കെ മേടിച്ച് തരാമെന്ന് വിചാരിക്കും. എന്നിട്ട് കുറേ നേരം അവിടെ ഇരിക്കും. അവനെങ്ങാനും അവിടേക്ക് വന്നാലോചിച്ചിട്ട്. പക്ഷെ അവൻ വരികയില്ല. പിന്നെ അവൻ്റെ ബാഗിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു കഫേയിലേക്ക് കൊണ്ടുപോകും. അവിടെ നല്ല കേക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെയും പോയി കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കും. അവനെ ഒരുപാട് നേരം നോക്കുമെങ്കിലും അവനെ കാണുകയില്ല. അപ്പോൾ അവളുടെ ഫ്രണ്ട്സ് പറയും അവളുടെ അടുത്ത്, ഇന്ന് നീ എന്തിനാ ഇവിടേക്ക് കൂട്ടി വന്നിരിക്കുന്നത്? ഇന്ന് ഒരു നല്ല ചെക്കന്മാർ പോലും വരില്ല, ഇന്ന് ഞായറാഴ്ചയല്ലേ, ഇന്ന് എല്ലാവർക്കും ലീവായിരിക്കും എന്ന്. പിന്നെ അവളുടെ ഫ്രണ്ട്സ്, നീ എന്താ ചുറ്റും നോക്കണ്ടല്ലോ, ആരെങ്കിലും വെയിറ്റ് ചെയ്യണമെന്നും ചോദിക്കും. പക്ഷെ അവൾ അല്ല എന്ന് പറയും. എന്നിട്ട് അവൾക്ക് നല്ല സങ്കടമാവും. ഇന്ന് ഞായറാഴ്ചയല്ലേ, എന്തായാലും ഷങ്സും ലീവായിരിക്കും, ഞാനിവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാണെന്ന് അവൾ വിചാരിക്കും. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഡ്രാമ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും വീഡിയോസിനൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അടുത്ത എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം.